ഭൂമിയിലെ ജീവിതം കൊണ്ട് ഏറ്റവും അധികം പരാജയം സംഭവിച്ചൊരു മനുഷ്യനാണ് പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ ദൗത്യം വിജയകരമായിരുന്നുവെങ്കിലും ജീവിതത്തെ നാം കാണുന്ന കണ്ണിലൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നും പരാജയങ്ങളും തോൽവികളും ദുഃഖങ്ങളും ഒക്കെ മാത്രമായിരുന്നു. എന്നാൽ എന്നും ദുഃഖം തരുന്ന തൻ്റെ ജീവിതത്തെ അദ്ദേഹം അത്ര വലിയ കാര്യത്തിലെടുത്തതുമില്ല. തനിക്ക് ഈ പ്രപഞ്ചത്തിൽ വേണ്ടതെല്ലാം സാധിച്ചു തരാനുള്ള ആൾ തൻ്റെ ഒപ്പം ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ തനിക്ക് സമ്പത്തിന് വേണ്ടിയോ യാതൊന്നും തന്നെ ചോദിച്ചിട്ടുമില്ല. ചോദിച്ചതും പറഞ്ഞതുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു. അദ്ദേഹം വലിയ മുനിയെ പോലെയോ വലിയ തപസ്വിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളെയൊക്കെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള കേട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങളല്ല ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള പരാജയങ്ങളും അതിൽ നിന്നുണ്ടായ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശേഷം അവിടുത്തെ രാജാവായി തീരുന്നതും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നാം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു രാജകുടുംബത്തിൽപ്പെട്ട ഒരാളായിട്ട് പോലും അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൂടിയത്. ഒടുക്കം അദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നുണ്ട്. കഥയുടെ അവസാനം നമുക്ക് അങ്ങനെ സൂചിപ്പിക്കാമെങ്കിലും പക്ഷേ ഭരണമോ അല്ലെങ്കിൽ അധികാരങ്ങളോ യാതൊന്നും തന്നെ അദ്ദേഹത്തിന് യാതൊരു പ്രസക്തിയുമുള്ള കാര്യങ്ങളല്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തപസ്സിന് വേണ്ടി പോയിരുന്ന ഒരാളല്ല. ജീവിതത്തിൽ എല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു തളർച്ചയിൽ നിന്ന് അദ്ദേഹം ഒന്ന് വീട്ടിൽ നിന്ന് അകന്നു നിന്നതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം എങ്ങോട്ടെങ്കിലും മാറിയിരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോകാൻ നമ്മൾ ചിന്തിക്കും. എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ പോയി ഒന്ന് മാറിയൊക്കെ ഒന്ന് ഇരിക്കാം. ഈ കോലാഹലങ്ങളിൽ നിന്നൊക്കെ ഒരു മനുഷ്യൻ ഒഴിവാകുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ആ മനുഷ്യൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. താൻ ആരായിരുന്നെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ താൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു സമയമാണിത്. ഇതുപോലൊരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുവകകളെല്ലാം നശിച്ചെങ്കിലും പേരും പ്രശസ്തിയും ഉള്ളത് കാരണമായിട്ടാണ് അദ്ദേഹം അതിസമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്. ശേഷം വീണ്ടും ദാരിദ്ര്യത്തിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകർക്കൊട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വലിച്ചു നീട്ടിയൊരു കഥയായിട്ട് ഇത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായിട്ടുള്ള അബ്ദുള്ള അന്തരിച്ചിരുന്നു എന്നുള്ള കാര്യം നാം എല്ലാം പഠിച്ചിട്ടുണ്ട്. 6-ാം വയസ്സിൽ മാതാവ് ആമിനയും മരണപ്പെടുകയാണ്. 8-ാമത്തെ വയസ്സിൽ ആകെ സംരക്ഷണം നൽകുക ഉണ്ടായിരുന്ന പിതാമഹനും അബ്ദുൽ മുത്തലിബും വിടവാങ്ങുകയാണ്. ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട മാതാപിതാക്കളുടെ സ്നേഹം പൂർണ്ണമായിട്ട് ലഭിക്കാതാവുകയാണ്. അനാഥനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതോടെ ജീവിതം കൂടുതൽ കഠിനമായി മാറുകയാണ് ഉണ്ടായത്. സ്വന്തം നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തെ ഭ്രാന്തനെന്നും മാന്ത്രികനെന്നും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന് മേൽ മൃഗങ്ങളുടെ ചീഞ്ഞളിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിടുകയും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഖുറൈശികൾ അദ്ദേഹത്തെയും അനുയായികളെയും ഒരു താഴ്വരയിലേക്ക് 3 വർഷത്തോളം തടഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഒന്നും ലഭിക്കാതെ മരത്തിൻ്റെ ഇലകളൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു 3 മാസ കാലഘട്ടം അവരുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ മാനസിക പിന്തുണയും നൽകിയിരുന്ന പ്രിയ പത്നിയായിട്ടുള്ള ഖദീജ ബീവിയും സംരക്ഷണം നൽകിയിരുന്ന പിതൃവ്യനായിട്ടുള്ള അബൂ താലിബും ഒരേ വർഷം തന്നെ മരണപ്പെടുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാലഘട്ടങ്ങളാണിതെല്ലാം. ഇതിനു മുമ്പും അദ്ദേഹത്തിന് 2 ആൺകുട്ടികൾ ജനിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവരും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അതായത് എല്ലാം നഷ്ടങ്ങൾ മാത്രമാണ്. നഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ വരുമ്പോഴാണ് മനുഷ്യൻ ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യം ഒരു വ്യക്തി കൂടുതലായിട്ട് ഒരു വ്യക്തിക്ക് പരീക്ഷണങ്ങൾ ഏർപ്പെടുമ്പോഴാണ് ആ വ്യക്തി താൻ ആര് എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ ശബ്ദം അവനോട് സംസാരിച്ച് തുടങ്ങുന്നതും അപ്പോഴാണ് അവൻ സ്വന്തം ആത്മാവിനെ അറിയുന്നതും സ്വന്തം ആത്മാവിലൂടെയാണ് അവൻ പരമാത്മാവിനെ അറിയുന്നതും എന്നുള്ള സത്യത്തെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വീണ്ടും ചരിത്രത്തിലോട്ട് വരാം. സ്വന്തം ജന്മനാടായിട്ടുള്ള മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ രാത്രി ശത്രുക്കൾ വീട് പറഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വീട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ അത്ഭുതകരമായിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ദൈവം നടത്തുന്നില്ല, യാതൊരു ഇടപെടലും നടത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതകരമായിട്ടുള്ള യാതൊന്നും ചെയ്യുന്നില്ല. സാധാരണ മനുഷ്യർക്ക് എന്തൊക്കെ ഓപ്ഷനാണോ ഉള്ളത് അതേ ഓപ്ഷൻ വഴി പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിലെത്തിയ ശേഷവും ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടില്ല. ബദർ, ഉഹദ്, ഖന്തക് തുടങ്ങിയിട്ടുള്ള നിരവധി യുദ്ധങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്.
ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ പല്ല് നഷ്ടപ്പെടുകയും മുഖത്ത് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തൻ്റെ മക്കളിൽ ഫാത്തിമ ഒഴികെയുള്ള എല്ലാ മക്കളും അദ്ദേഹത്തിന് ജീവിച്ചിരിക്കെ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയും വളരെ വേദനാജനകമായിട്ടുള്ളതായിരുന്നു. ജീവിതകാലത്ത് തന്നെ ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആരോടും പ്രതികാരം ചെയ്യാതെയും കാരുണ്യത്തോടും ക്ഷമയോടും കൂടി അദ്ദേഹം തൻ്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരിച്ചിരുന്നതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ജനിച്ച ഉടനെ അറേബ്യൻ ആചാരപ്രകാരം ദായി ഹലീമയുടെ കൂടെ മരുഭൂമിയിൽ വളരേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിന്. 6-ാം വയസ്സിൽ ഉമ്മ ആമിന മരണപ്പെട്ടപ്പോൾ അത് ആ കുഞ്ഞിന് താങ്ങാവുന്നതിലും വലിയൊരു ആഘാതമാണ്. ചെറിയ പ്രായത്തിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങളെല്ലാം നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും അത് വലിയൊരു ആഘാതമായി തന്നെ നമ്മുടെ മനസ്സിൽ അത് കിടക്കുന്നതായിരിക്കും. പിന്നീട് വളർത്തുന്ന മുത്തശ്ശൻ അബ്ദുൽ മുത്തലിബും മരിച്ചതോടെ 8-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ വലിയൊരു ലോകത്ത് പൂർണ്ണമായി തന്നെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പിന്നെ ആട് മേയിച്ചും കച്ചവട സംഘങ്ങളെ സഹായിച്ചൊക്കെ അദ്ദേഹം പിന്നെ അങ്ങ് വളർന്നു വരികയാണ്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചതോടെ മക്കയിലെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറുക. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുചെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കൊണ്ടിടുകയും അതുപോലെ തന്നെ വഴികളിലൊക്കെ മുള്ളുകൾ വിതറിയിടുന്ന രീതികളും, അതുപോലെ തന്നെ സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന ആൾക്കാർ തന്നെ ഭ്രാന്തനും കവിയും എന്നൊക്കെ വിളിച്ച് പരിഹസിക്കും തുടങ്ങിയപ്പോൾ തൻ്റെ സന്ദേശം കേൾക്കാതിരിക്കാൻ ജനങ്ങൾ ചെവിയിൽ വിരൽ വെച്ച് വരെ നടക്കുന്ന കാഴ്ച അദ്ദേഹം കാണുകയാണ്. കുറേശികൾ മുസ്ലിങ്ങളെ ഒന്നടങ്കം ഒരു താഴ്വരയിൽ തടഞ്ഞു വെച്ചതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അവരാരുമായി സംസാരിക്കാനോ കച്ചവടം നടത്താനോ അവരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ പോലും നിലനിർത്താനോ പുലർത്താനോ പാടില്ലെന്നുള്ള ശക്തമായ ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തുകയാണ്. 3 വർഷത്തോളം ആ താഴ്വരയിൽ അവർ ഭക്ഷണം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കുട്ടികളൊക്കെ വിശപ്പുകൊണ്ടൊക്കെ കരയുന്ന ശബ്ദങ്ങൾ കിലോമീറ്ററുകൾ അപ്പുറം വരെയൊക്കെ കേൾക്കാമായിരുന്നു. മരത്തിൻ്റെ ഇലകളും ഉണങ്ങിയ തോലും തിന്നാണ് പ്രവാചകനും അനുയായികളും അന്ന് ജീവൻ നിലനിർത്തുന്നത്. മക്കയിലെ പീഡനം സഹിക്കവയ്യാതെ അദ്ദേഹം തായിഫ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് സഹായം തേടി പോകുന്നുണ്ട്. എന്നാൽ അവിടുത്തെ പ്രമാണികളായിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള തെരുവ് കുട്ടികളെ പ്രവാചകന് നേരെ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. അവരദ്ദേഹത്തെ കല്ലെറിഞ്ഞും അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ആ രക്തം അദ്ദേഹത്തിൻ്റെ ഷൂവിനുള്ളിൽ കട്ടിപിടിക്കുന്നത് വരെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബോധം കെട്ട് വീണിട്ടും അവർ കല്ലേറ് നിർത്തിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും വേദന അനുഭവിച്ചിട്ടും അവർക്ക് സത്യം അറിയില്ല, ഇവരോട് പൊരുതാൻ നിൽക്കരുത് എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പേ പിടിച്ച നായയെ പോലും നമ്മൾ ഇത്രത്തോളം ക്രൂരമായി ഉപദ്രവിക്കാറില്ല. ബോധം കെട്ട് വീണിട്ടും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കല്ലേറ് ആ കുട്ടികൾ ഒരിക്കലും നിർത്തുന്നില്ല. ആ സമയത്തും എല്ലാം തകർക്കാനും എല്ലാം നശിപ്പിച്ച് കളയാനും ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഇല്ലാതാക്കാനും കഴിവുള്ള കൂടെ ഉണ്ടായിട്ടും അദ്ദേഹം ഒരിക്കലും ഇവരോടൊക്കെ മാപ്പാക്കി കൊടുക്കാൻ അപേക്ഷിക്കാനുണ്ടാകുന്നത്. മക്കയിൽ അദ്ദേഹത്തെ വധിക്കാൻ ശത്രുക്കൾ ഒന്നിച്ച് തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹം രാത്രിയിൽ വീട് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നത്. മദീനയിൽ എത്തിയ ശേഷവും സമാധാനത്തോടെ ഇരിക്കാൻ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് ബദർ യുദ്ധം ആരംഭമാവുകയാണ്. 313 പേരുമായിട്ട് ആയിരക്കണക്കിന് ഒരു ശത്രുപടയെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉഹദ് യുദ്ധം. ഈ യുദ്ധത്തിൽ പ്രവാചകന്റെ മുൻപല്ല് പൊട്ടുകയും മുഖത്ത് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അമ്മാവൻ ഹംസ ഏറ്റവും ക്രൂരമായിട്ട് വധിക്കപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു ഉഹദ് യുദ്ധം. സ്വന്തം മക്കളുടെ മരണം, തൻ്റെ മക്കളിൽ ഫാത്തിമ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്ന് നാം നേരത്തെ പറഞ്ഞു. അതിൽ ഖാസിം, അബ്ദുള്ള ഇബ്രാഹിം, സൈനബ് റുക്കിയ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു പിതാവെന്ന നിലയിൽ അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും മക്ക കീഴടക്കിയ ദിവസം അദ്ദേഹം തന്നെ ഉപദ്രവിച്ചവർക്കെല്ലാം അദ്ദേഹം പൊതുമാപ്പ് നൽകിയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഇത്രയേറെ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടും മക്ക കീഴടക്കിയ ദിവസം അദ്ദേഹം തന്നെ ഉപദ്രവിച്ചവർക്കെല്ലാം അദ്ദേഹം പൊതുമാപ്പ് നൽകി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില ചെറിയ വലിയ സന്തോഷങ്ങൾ നമുക്ക് ഒന്ന് നോക്കിക്കാണാം. കുട്ടികളെ പ്രവാചകന് വളരെയധികം ജീവനായിരുന്നു. അദ്ദേഹം അവരോടൊപ്പം കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. തൻ്റെ പേരക്കുട്ടികളായിട്ടുള്ള ഹസനെയും ഹുസനെയൊക്കെ പുറത്ത് കയറ്റി അദ്ദേഹം വീടിനുള്ളിൽ നടക്കുമായിരുന്നു. അതായത് നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ വഴിയിൽ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരോട് സലാം പറയുകയും അവരുടെ തലയിൽ തലോടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ വളർത്തുന്ന പക്ഷി ചത്തുപോയപ്പോൾ ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം സമയം കണ്ടെത്തി. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ ഒരു തെളിവാണ്. ഭാര്യമാരോട് വളരെ സ്നേഹത്തോടെയും തമാശയോടെയുമാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. ആയിഷ ബീവിയുമായി അദ്ദേഹം ഓട്ടമത്സരം വരെ നടത്തുമായിരുന്നു. ആയിഷ ബീവിയുമായി അദ്ദേഹം ഒരു ഓട്ടമത്സരം നടത്തുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി ജയിച്ചപ്പോൾ അടുത്ത തവണ പ്രവാചകൻ ജയിക്കുകയും ഇത് അന്നത്തെ മത്സരത്തിന് പകരമാണ് എന്ന് തമാശയായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെ ജോലികളിൽ ഭാര്യയെ സഹായിക്കുന്നത് അദ്ദേഹം ഒരു സന്തോഷമായി തന്നെയാണ് കണ്ടിരുന്നത്. സ്വന്തം ചെരുപ്പ് തുന്നുന്നതും വസ്ത്രം തുന്നുന്നതും അദ്ദേഹം ആസ്വദിച്ചാണ് ചെയ്തിരുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഉഹുദ് പർവ്വതത്തെ നോക്കി അദ്ദേഹം പറയുമായിരുന്നു,
ഈ പർവ്വതം നമ്മെ സ്നേഹിക്കുന്നു, നാം അതിനെയും സ്നേഹിക്കുന്നു. തൻ്റെ ഒട്ടകമായിട്ടുള്ള കസ്വയോട് അദ്ദേഹം വലിയ സ്നേഹം കാണിച്ചിരുന്നു. വിശന്നു നിൽക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ അദ്ദേഹം സങ്കടപ്പെടുകയും അവയ്ക്ക് ആഹാരം നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ അനുയായികളോടൊപ്പം ഇരിക്കുമ്പോഴും അദ്ദേഹം പുഞ്ചിരിക്കുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ കാണപ്പെട്ടിരുന്നില്ല എന്ന് അനുയായികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളോട് അനാവശ്യമായിട്ടുള്ള ഗൗരവം കാണിക്കാതെ അവരോടൊപ്പം ലളിതമായ തമാശകളിൽ പങ്കുചേരുന്നത് അദ്ദേഹത്തിന് ആശ്വാസകരമായിരുന്നു. എല്ലാ കഷ്ടപ്പാടുകൾക്കും ഇടയിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷം നൽകിയിരുന്നത് പ്രാർത്ഥനയായിരുന്നു. കഠിനമായ മാനസിക വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരൻ ബിലാലിനോട് പറയുമായിരുന്നു, ബിലാൽ, ബാങ്ക് വിളിക്കൂ, നമസ്കാരത്തിലൂടെ നമുക്ക് മനസ്സിന് കുളിർമ നൽകാം. ഒരിക്കലും ഭക്ഷണത്തിൽ അദ്ദേഹം കുറ്റം പറഞ്ഞിരുന്നില്ല. ലഭിക്കുന്ന ഭക്ഷണം ഏതായാലും ലഭിക്കുന്ന ലളിതമായ ഭക്ഷണത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിലാണ് അദ്ദേഹം കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത് സന്തോഷം എന്നത് വലിയ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് ചെറിയ സ്നേഹപ്രകടനങ്ങളിലും പുഞ്ചിരിയിലുമാണ് എന്നാണ്. ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ-അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില സ്വഭാവ ഗുണങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോട് പോലും അദ്ദേഹം കാണിച്ച ക്ഷമ അത് സമാനതകളില്ലാത്തതായിരുന്നു. മക്ക കീഴടക്കിയ ദിവസം വർഷങ്ങളോളം തന്നെ വേട്ടയാടിയ ശത്രുക്കൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. തന്നെ ചീത്ത വിളിച്ചവരോടും കല്ലെറിഞ്ഞവരോടും അദ്ദേഹം പുഞ്ചിരിയോടെ മാത്രം പെരുമാറി. ഒരു ഭരണാധികാരി ആയിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട് മണ്ണുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഈത്തപ്പന നാരുകൾ കൊണ്ട് മെടഞ്ഞ പായയിലായിരുന്നു അദ്ദേഹം ഉറങ്ങിയിരുന്നത്. എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ പായയുടെ പാടുകൾ പതിയുമായിരുന്നു. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ദാസനെ പോലെ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ദാസനെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പും ശേഷവും മക്കയിലെ ജനങ്ങൾ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തെ തന്നെയായിരുന്നു. തന്നെ കൊല്ലാനായിട്ട് ശത്രുക്കൾ വീട് വളഞ്ഞ രാത്രിയിൽ പോലും അദ്ദേഹം തൻ്റെ പക്കലുള്ള അവരുടെ സൂക്ഷിപ്പ് മുതലുകൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അലി റളിയല്ലാഹുവിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് അവകാശങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ആദരവും മാന്യതയും നൽകാൻ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ഉത്തമൻ തൻ്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മാതാവിൻ്റെ പാദത്തിനടിയിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ അദ്ദേഹം ഊന്നി പറഞ്ഞു. മനുഷ്യരോട് മാത്രമല്ല ചരാചരങ്ങളോടൊക്കെയും അദ്ദേഹം കരുണ കാണിച്ചിരുന്നു. അമിതമായി ഭാരം കയറ്റിയ ഒട്ടകത്തെ കണ്ട് അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനെ ശാസിക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ നായയ്ക്ക് വെള്ളം കൊടുത്ത ഒരാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷിക്കൂടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുന്നത് അദ്ദേഹം വിലക്കി. വർണ്ണവർഗ വിവേചനങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു മുൻഗണനയുമില്ല, ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് അദ്ദേഹം വിളംബരം ചെയ്തു. തൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും താൻ ശിക്ഷ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം നീതിയുടെ പക്ഷത്ത് തന്നെ ഉറച്ചു നിന്നിരുന്നു. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നൽകിയ വാക്ക് പാലിക്കുന്നതിൽ അദ്ദേഹം കർക്കശക്കാരനായിരുന്നു. ശത്രുക്കളുമായുള്ള കരാറുകൾ പോലും അദ്ദേഹം കൃത്യമായി പാലിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ആയിഷ ബീവി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. അതായത് ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ വചനം ഇന്നും ലോക പ്രശസ്തമാണ്. അയൽക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ അയൽവാസികളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അവരോടെല്ലാം ഒരേപോലെ കരുണയോടെയാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു ജൂതനായ അയൽവാസി രോഗിയായപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ഈ സ്നേഹം ആ വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ തന്നെ കാരണമായി. മക്കയിലായിരുന്നപ്പോൾ ഒരു വൃദ്ധയായ അയൽവാസി പ്രവാചകൻ പോകുന്ന വഴി എന്നും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുമായിരുന്നു. ഒരു ദിവസം വഴിയിൽ മാലിന്യം കണ്ടില്ല. ഉടനെ പ്രവാചകൻ അന്വേഷിച്ചു, ആ ഉമ്മയ്ക്ക് എന്താണ് പറ്റിയത്. അവർ രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവരുടെ വീട്ടിൽ ചെന്ന് അവരെ പരിചരിക്കുകയും വീട് വൃത്തിയാക്കുകയും ചെയ്തു. തൻ്റെ ശത്രുവിനോട് പോലും അയൽവാസി എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച ആദരവാണിത്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അയൽക്കാരെ പരിഗണിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിൽ അല്പം വെള്ളം അധികം ചേർക്കുക.
എന്നിട്ട് നിന്റെ അയൽവാസിക്ക് അതിൽ നിന്ന് ഒരു വിഹിതം നൽകുക എന്ന് അദ്ദേഹം അനുയായികളോട് പറയുമായിരുന്നു. അയൽവാസി നൽകുന്ന സമ്മാനം അത് എത്ര ചെറുതാണെങ്കിലും, ഉദാഹരണത്തിന് ഒരു ആടിൻ്റെ കാലാണെങ്കിൽ പോലും അത് നിസ്സാരമായി കാണരുതെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അയൽക്കാരൻ്റെ മാനം, സ്വത്ത്, ജീവൻ എന്നിവ സംരക്ഷിക്കൽ ഒരു വിശ്വാസിയുടെ കടമയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അയൽവാസി സുരക്ഷിതനല്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് അദ്ദേഹം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. അയൽക്കാരൻ്റെ അനുവാദമില്ലാതെ സ്വന്തം വീടിനെ മതിൽ ഉയർത്തിക്കെട്ടാൻ പോലും പാടില്ല. അവരുടെ കാറ്റും വെളിച്ചവും പോലും തടയുന്നത് അദ്ദേഹം വിലക്കിയിരുന്നു. അയൽക്കാരൻ്റെ അവകാശങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ദൂതൻ, അതായത് ജിബ്രീൽ, പ്രവാചകനോട് ഇത്രയേറെ തവണ ഉപദേശിച്ചിരുന്നു അത്രേ. അത് കേട്ടപ്പോൾ പ്രവാചകൻ വിചാരിച്ചു, അയൽക്കാരന് തൻ്റെ സ്വത്തിൽ അനന്തരാവകാശം കൂടി നൽകാൻ കൽപ്പിക്കുമോ എന്ന്. അദ്ദേഹം അത്രത്തോളം വലിയ സ്ഥാനമാണ് അയൽവാസിക്ക് നൽകിയത്. ചുരുക്കത്തിൽ തൻ്റെ വീട്ടിൽ എന്ത് കുറവുണ്ടായാലും അയൽക്കാരൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. രോഗികളെ സന്ദർശിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും പ്രവാചകൻ മുഹമ്മദ് നബി നൽകിയ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് കേവലം ഒരു മര്യാദ എന്നതിലുപരി ഒരു ആരാധനയായി അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗി സന്ദർശനത്തിലെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം അനുയായികളെ മാത്രമല്ല, തന്നെ എതിർത്തവരെയും ഇതര മതസ്ഥരെയും അദ്ദേഹം രോഗബാധിതരാകുമ്പോൾ സന്ദർശിക്കുമായിരുന്നു. പ്രവാചകനെ പരിചരിച്ചിരുന്ന ഒരു ജൂത ബാലൻ രോഗിയായപ്പോൾ അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ആ സന്ദർശനം ആ കുടുംബത്തിന് വലിയ ആശ്വാസമായി. തന്നെ കഠിനമായി ദ്രോഹിച്ചവർ രോഗിയാണെന്ന് അറിഞ്ഞാൽ പോലും അദ്ദേഹം അവരെ കാണാൻ പോകുമായിരുന്നു. രോഗിയുടെ അരികിൽ ചെന്നാൽ അവർക്ക് മാനസികമായ കരുത്ത് നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. വിഷമിക്കേണ്ട, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ രോഗം നിന്റെ പാവങ്ങൾ കഴുകിക്കളയുന്ന ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. രോഗിയുടെ അരികിൽ അധിക നേരം ഇരുന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംസാരിച്ച് മടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. രോഗിയുടെ തലയിൽ കൈവച്ച അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മനുഷ്യരുടെ രക്ഷിതാവേ, ഈ രോഗം നീക്കിക്കളയണമേ, നീയാണല്ലോ ശമനം നൽകുന്നവൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം അത്ര വികസിക്കാത്ത അക്കാലത്ത് തേൻ പോലെയുള്ള പ്രകൃതിദത്ത മരുന്നുകൾ ഉപയോഗിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ മഹത്വം അദ്ദേഹം വിവരിച്ചു. ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവൻ തിരിച്ചു വരുന്നതുവരെ സ്വർഗത്തിലെ കനികൾ പറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നിൽക്കുന്നവരുടെ അരികിൽ ചെന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകാനും ദൈവത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ അവരിൽ ഉണ്ടാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അവരോട് മനോഹരമായ വാക്കുകൾ പറയണമെന്നും അദ്ദേഹം അനുയായികളെ ഉപദേശിച്ചു. ചുരുക്കത്തിൽ രോഗിയായ ഒരാൾക്ക് മരുന്നിനേക്കാൾ വലുതാണ് അവരെ സ്നേഹത്തോടെ വന്നു കാണുന്ന ഒരാളുടെ സാമീപ്യമെന്ന് പ്രവാചകൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭക്ഷണ രീതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലാളിത്യത്തിൻ്റെയും മിതത്വത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ്. ഒരു ഭരണാധികാരി ആയിരുന്നിട്ടും വളരെ സാധാരണക്കാരനായാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭക്ഷണശീലങ്ങളെ പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാസങ്ങളോളം അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈത്തപ്പഴവും വെള്ളവും മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ആഹാരം. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഇറച്ചിച്ചാറിൽ കുതിർത്ത റൊട്ടി. ഗോതമ്പ് പൊടി കൊണ്ടുള്ള കഞ്ഞിയും ബാർലിയും അദ്ദേഹം കഴിക്കുമായിരുന്നു. പാലും തേനും തണ്ണിമത്തനും ഒലീവ് ഓയിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ചില പ്രത്യേക രീതികൾ പാലിച്ചിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് ശേഷവും കൈകൾ വൃത്തിയാക്കുമായിരുന്നു. ദൈവനാമത്തിൽ ഭക്ഷണം ആരംഭിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം വിലക്കി. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ തൻ്റെ ഏറ്റവും അടുത്തുള്ള ഭാഗത്തു നിന്ന് മാത്രം കഴിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. വയർ നിറയെ ആഹാരം കഴിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ തൻ്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രം നിറച്ചിട്ടില്ല. തൻ്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ആവശ്യമായ കുറച്ച് ഉരുളകൾ മാത്രം മതി. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും ബാക്കി 1/3 ശ്വസിക്കാനുമായി മാറ്റിവെക്കുക. പ്രവാചകൻ ഒരിക്കലും ഭക്ഷണത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നില്ല. ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ അത് കഴിക്കും.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയാതെ അത് മാറ്റിവെക്കും. വിളമ്പിയ ഭക്ഷണത്തിലെ കുറവുകൾ പറഞ്ഞ് വീട്ടുകാരെ വിഷമിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രീതിയല്ലായിരുന്നു. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്കൊപ്പം ഇരുന്ന് കഴിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷമുണ്ടായിരുന്നത്. കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കുക അതിൽ അനുഗ്രഹമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. സേവകർക്കും ദരിദ്രർക്കും ഒപ്പമിരുന്ന് തറയിലിരുന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള പാത്രങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. മരം കൊണ്ടോ മണ്ണ് കൊണ്ടോ ഉള്ള ലളിതമായ പാത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭക്ഷണം കഴിക്കുന്നത് വിശപ്പടക്കാൻ വേണ്ടിയാണെന്നും അതൊരിക്കലും ഒരു ആഘോഷമോ ആഡംബരമോ ആക്കരുതെന്നും അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയും ലക്ഷക്കണക്കിന് അനുയായികളുടെ നേതാവുമായിരുന്നിട്ടും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിശ്രമവും ഉറക്കവും അങ്ങേയറ്റം ലളിതമായിരുന്നു. ഭൗതികമായ സുഖസൗകര്യങ്ങളെക്കാൾ മനസ്സിൻ്റെ സമാധാനത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിശ്രമത്തെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ നോക്കാം. പ്രവാചകൻ ഉറങ്ങിയിരുന്നത് ഈത്തപ്പന നാരുകൾ നിറച്ച തോൾ കൊണ്ടുള്ള ഒരു വിരിപ്പിലായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പായയുടെ പാടുകൾ ശരീരത്തിൽ പതിഞ്ഞത് കണ്ട് അനുയായിയായ ഉമർ റളിയല്ലാഹു കരഞ്ഞുപോയി. റോമിലെയും പേർഷ്യയിലെയും രാജാക്കന്മാർ കൊട്ടാരങ്ങളിൽ സൂഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ ഇത്രയും കഠിനമായ പായയിൽ കിടക്കുന്നല്ലോ എന്നോർത്തായിരുന്നു അത്. അപ്പോൾ പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഉമർ, അവർക്ക് ഈ ദുനിയാവും നമുക്ക് പരലോകവും ലഭിക്കുന്നതിൽ നിങ്ങൾ തൃപ്തനല്ലേ? ഉറങ്ങുന്നതിനും ഉണരുന്നതിനും അദ്ദേഹം കൃത്യമായ രീതികൾ പാലിച്ചിരുന്നു. വലതുഭാഗം ചരിഞ്ഞു കിടക്കുക, വലത് കൈ കവിളിന് താഴെ വെച്ച് വലതുഭാഗം ചരിഞ്ഞു കിടക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ സ്മരിക്കുകയും ഖുർആനിലെ ചില വചനങ്ങൾ ഓതുകയും ചെയ്യുമായിരുന്നു. വുദു അല്ലെങ്കിൽ ശുദ്ധി വരുത്തിക്കൊണ്ടുറങ്ങാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശ്രമം എന്നത് ഉറക്കം മാത്രമല്ലായിരുന്നു. രാത്രിയുടെ പകുതിയോ അതിൽ കൂടുതലോ അദ്ദേഹം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരുന്നു. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ദീർഘനേരം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും നേരം നിന്ന് പ്രാർത്ഥിക്കുന്നത് കാരണമായി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് നീര് വയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെടണോ എന്ന് ചോദിച്ചവരോട് ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അറേബ്യയിലെ കഠിനമായ ചൂട് കാരണം ഉച്ചസമയത്ത് അല്പനേരം വിശ്രമിക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ഉന്മേഷം നിലനിർത്താനും രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് കരുത്ത് പകരാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അനാവശ്യമായ രാത്രി സംസാരങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. രാത്രി നമസ്കാരത്തിന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലെങ്കിൽ ഉടനെ ഉറങ്ങുകയും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം. തൻ്റെ ജീവിതം ഒരു യാത്രക്കാരൻ്റേതുപോലെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരു മരത്തണലിൽ അല്പനേരം വിശ്രമിച്ച് യാത്ര തുടരുന്ന വഴിയാത്രക്കാരനെ പോലെയാണ് താൻ ഈ ലോകത്തെ കാണുന്നതെന്ന് അദ്ദേഹം പലപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും തമ്മിലുള്ള ബന്ധം കേവലം ഒരു നേതാവും അണികളും തമ്മിലുള്ള ബന്ധം ആയിരുന്നില്ല. അത് അങ്ങേയറ്റം ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മനോഹരമായ ഒരു ബന്ധമായിരുന്നു. തൻ്റെ അനുയായികളോട് അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന പ്രധാന വശങ്ങൾ നമുക്ക് നോക്കാം. അനുയായികൾക്കിടയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസം അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം അവരോടൊപ്പം ഇരിക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതിൽ ആരാണ് പ്രവാചകൻ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരിപ്പും വസ്ത്രധാരണവും. എല്ലാവരോടും അദ്ദേഹം ഒരുപോലെ പുഞ്ചിരിയോടെ സംസാരിച്ചു. ഓരോ അനുയായിയും കരുതിയിരുന്നത് പ്രവാചകന് ഏറ്റവും ഇഷ്ടം തന്നോടാണെന്നാണ്. ദൈവിക സന്ദേശങ്ങൾ ലഭിച്ചിരുന്ന ആളായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായം ചോദിക്കുമായിരുന്നു. യുദ്ധതന്ത്രങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും അദ്ദേഹം സഹാബികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു. ഉദാഹരണത്തിന് ഗന്ധക യുദ്ധ സമയത്ത് മദീനയ്ക്ക് ചുറ്റും കിടങ്ങ് കുഴിക്കുക എന്ന സൽമാനുൽ ഫാരിസിയുടെ നിർദ്ദേശം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് അനുയായികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയുണ്ടായി. ഗൗരവക്കാരനായ ഒരു നേതാവായിട്ടല്ല, മറിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളായാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം അനുയായികളോട് തമാശകൾ പറയുമായിരുന്നു. എന്നാൽ ആ തമാശകളിൽ പോലും കള്ളം കലർത്തിയിരുന്നില്ല. തൻ്റെ കൂടെയുള്ളവരുടെ സങ്കടങ്ങളിൽ അദ്ദേഹം പങ്കുചേരുകയും അവർക്ക് സാമ്പത്തികമായും മാനസികമായും താങ്ങാവുകയും ചെയ്തിരുന്നു. ഒരു യാത്രയിലോ ജോലിയിലോ ഏർപ്പെടുമ്പോൾ താൻ പ്രവാചകനാണ് എന്ന പരിഗണന അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. ഒരിക്കൽ യാത്രയ്ക്കിടെ ഭക്ഷണം പാകം ചെയ്യാൻ വിറക് ശേഖരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ വിറക് ശേഖരിക്കാമെന്ന് അദ്ദേഹം സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തു. തൻ്റെ അനുയായികൾ ജോലി ചെയ്യുമ്പോൾ നോക്കി നിൽക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല.
ഓരോരുത്തരെയും അവരുടെ ഇഷ്ടപ്പെട്ട പേരുകൾ വിളിച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. കൂടെയുള്ളവരുടെ കഴിവുകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഉദാഹരണത്തിന്, നല്ല ശബ്ദമുള്ള ബിലാലിനെ ബാങ്ക് വിളിക്കാൻ നിയോഗിച്ചു. ഖാലിദ് ബിൻ വലീദിനെ അള്ളാഹുവിൻ്റെ വാൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അനുയായികളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ പരസ്യമായി നാണം കെടുത്താൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. പകരം ചില ആളുകൾക്ക് എന്ത് പറ്റി അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പൊതുവായി പറഞ്ഞുകൊടുത്ത് വ്യക്തികളെ നോവിക്കാതെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് പകരമായി അനുയായികൾ അദ്ദേഹത്തിന് നൽകിയത് അചഞ്ചലമായ കൂറായിരുന്നു. പ്രവാചകൻ വുളു എടുത്ത ശേഷം വെള്ളം പോലും താഴെ വീഴാൻ അനുവദിക്കാതെ അവർ കൈകളിൽ താങ്ങുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ അവസാനത്തെ നാളുകളും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗവും ചരിത്രത്തിലെ ഏറ്റവും വികാരധീരമായ നിമിഷങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയാണെന്ന് നോക്കാം. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഹജ്ജ് വേളയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ സാക്ഷി നിർത്തി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. അതിലെ പ്രധാന ഭാഗങ്ങൾ നോക്കാം. അറബിക്ക് അറബി അല്ലാത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു മുൻഗണനയും ഉണ്ടായിരിക്കുകയില്ല. എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. അവർക്ക് നിങ്ങളോട് അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് അവരോടും. നിങ്ങളുടെ രക്തവും സ്വത്തും മാനാഭിമാനവും പവിത്രമാണ്, അത് പരസ്പരം ലംഘിക്കരുത്. പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് കൈ ഉയർത്തി ചോദിച്ചു, അള്ളാഹുവേ, ഞാൻ നിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ എന്ന്. ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതെ, അങ്ങ് എത്തിച്ചു തന്നിരിക്കുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന് കഠിനമായ പനി അനുഭവപ്പെട്ടു. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ പോലും അദ്ദേഹം പള്ളിയിൽ വന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ശ്രമിച്ചിരുന്നു. ശാരീരികമായി വളരെ തളർന്നപ്പോൾ തൻ്റെ പകരക്കാരനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നിശ്ചയിച്ചു. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ചോദിച്ചു, ഞാൻ ആരോടെങ്കിലും അനീതി കാണിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും സ്വത്തോ മാനമോ ഹനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ എൻ്റെ ശരീരം, നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം. എന്നാൽ എല്ലാവരും കരയുകയായിരുന്നു. തൻ്റെ പക്കലുണ്ടായിരുന്ന അവസാനത്തെ ഏതാനും ദൃഹങ്ങൾ പോലും ദാനം ചെയ്ത ശേഷമാണ് അദ്ദേഹം ശാന്തനായത്. ഹിജ്റ വർഷം 11 റബീഉൽ അവ്വൽ 12 ക്രിസ്തുവർഷം 632 പ്രിയപത്നി ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാണ് അദ്ദേഹം വിട പറയുന്നത്. അവസാന നിമിഷം അദ്ദേഹം ഉരുവിട്ട വാചകം ഇതായിരുന്നു, അള്ളാഹുവേ, നീയാണ് ഏറ്റവും ഉന്നതനായ സുഹൃത്ത്. പ്രവാചകന്റെ വിയോഗ വാർത്ത കേട്ട മദീന നിശ്ചലമായി. പലർക്കും ഇത് വിശ്വസിക്കാനുമായില്ല. ഉമർ റളിയല്ലാഹു പോലെയുള്ള കരുത്തരായ അനുയായികൾ പോലും തളർന്നു പോയിരുന്നു. അന്ന് അബൂബക്കർ റളിയല്ലാഹു ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നവർ അറിഞ്ഞുകൊള്ളുക, അദ്ദേഹം മരിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. തൻ്റെ ജീവിതകാലത്ത് ഒരു കൊട്ടാരമോ സ്വർണമോ വെള്ളിയോ അദ്ദേഹം സമ്പാദ്യമായി വെച്ചില്ല. ജനങ്ങൾക്ക് നൽകാൻ ഒരുപാട് പാഠങ്ങളും സ്നേഹവും മാത്രം ബാക്കി വെച്ചാണ് ആ മഹാമനുഷ്യൻ ഇവിടെ വാങ്ങിയത്. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പ്രവാചകനെക്കുറിച്ചുള്ള വീഡിയോകൾ തുടർന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെന്നാൽ എത്രത്തോളം തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറും. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.